സത്യസന്ധമായിട്ട് പറയണം. അതുകൊണ്ടാണോ ഏട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? കാലത്തിന് മനുഷ്യനോട് വലിയ പരിഗണനയൊന്നുമില്ല. ഞൊടിയിടയിൽ ഒരു മിന്നായം പോലെ മനുഷ്യനിവിടെ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനിടയിൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. നീ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. അവർക്കൊക്കെ സ്വന്തമായി ബിസിനസ് തുടങ്ങണം, വീടുകൾ ഉണ്ടാവണം. കുടുംബ വസ്തുക്കളിൽ അവർക്ക് അവകാശപ്പെട്ടതൊക്കെ അവരുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഏട്ടാ? നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? പറ. എനിക്കൊന്നും വേണ്ട. ഏട്ടന്റെ തോളിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ തല ചായ്ച്ചിരിക്കാനുള്ളൊരു ഭാഗ്യം തന്നാൽ മാത്രം മതി എനിക്ക്. മറ്റൊന്നും ഈ ജന്മത്തെനിക്ക് വേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സർവ്വതും നശിപ്പിക്കുവാനുള്ള ഒരു കാർമേഘം ഈ അമരാവതിയുടെ മുകളിൽ പണം വിടർത്തി നിൽപ്പുണ്ട്. ജ്യോതി, എന്താ? നീ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എന്റെ മനസ്സിനൊരു ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. ഏട്ടൻ എന്തിനെങ്കിലും പേടിയുണ്ടോ? ഏയ്. ഏട്ടാ, ആ MP വിഘ്നേശ്വരനെയോ അതോ അവിനേഷിന്റെ തിരിച്ചുവരവോ? ഏയ്, അതൊന്നുമല്ല. നിനക്കതൊക്കെ വെറുതെ തോന്നുന്ന. ഈ ഞാനിങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ പേടിച്ചു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആരുടെ ഭീഷണിക്ക് മുമ്പിലും ഇന്ന് വരെയും മുട്ടുമടക്കിയിട്ടില്ല, തല താഴ്ത്തിയിട്ടില്ല, നിവർന്ന് നിന്നിട്ടേ ഉള്ളൂ എന്നും. ആ ഞാൻ ഇവരെ പേടിക്കാനോ? ഒരിക്കലുമില്ല. മൈലിറ്റിൽ കണ്ണ, എന്റെ മോന്റെ മനസ്സില് എന്തോ വലിയ വിഷമമുണ്ട്. അതെന്താണെന്ന് അവനോട് തുറന്ന് പറയുന്നുമില്ല. ഞാൻ എങ്ങനെയാ അവനോട് ചോദിക്കുന്നത്? ചോദിച്ചാൽ തന്നെ ഞാൻ വിഷമിക്കുന്നു കരുതി അവനോട് പറയേയില്ല. മൈലിറ്റിൽ കണ്ണ, എന്റെ ഗുരുവായൂരപ്പ. അമ്മ എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ? അതേടാ, കാര്യമായിട്ട് തന്നെയാ പ്രാർത്ഥിച്ചത്. നിന്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറി നീ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ആയി തീരണേന്ന് ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചതാ. ഇന്നു മുതല് അമ്മ കണ്ണനോട് എന്നും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാ പോരാ. പിന്നെ അമ്മയുടെ പ്രാർത്ഥന കുറച്ചുകൂടി ശക്തമായിട്ട് വേണം. നീ എന്തൊക്കെയാ മഹേശൻ പറയുന്നത്? ജീവിതം ഒരു മഹാരണം പോലെയാണമ്മേ. ഏതു നിമിഷവും എന്തും സംഭവിക്കാം. ഇന്നത്തെ ഈ അവസ്ഥയിൽ തന്നെ നാളെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നതിന് ഒരുറപ്പുമില്ല. അമ്മേ, ഞങ്ങൾ സരോവരത്തിലേക്ക് പോവാ. വെരി ഗുഡ്. അവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നാളെ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കോളാം. അമ്മയ്ക്കും കൂടി വരായിരുന്നു. വരുന്നതിന് മടി ഉണ്ടായിട്ടല്ല പേട്ടി. ഞാൻ പറഞ്ഞില്ലേ, കാലിന്റെ മുട്ടുവേദന വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. എത്ര ദിവസമായി ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാൻ പോവാന്ന്. അതെങ്ങനെയാ? ഇങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോഴല്ലേ പറയുള്ളൂ മുട്ടുവേദന ഉണ്ടെന്ന്, അല്ലാതെ പറയില്ലല്ലോ.
എന്റെ അമ്മേ, അസുഖം വന്നാൽ ഡോക്ടറെയും കണ്ട് നല്ല ചികിത്സ നടത്തണം. അല്ലാതെ ഒന്നും ഇങ്ങനെ മറച്ചു വെക്കരുത്. അതൊന്നും സാരമില്ല ബേട്ടി. നിങ്ങൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി നോക്ക്. കല്യാണത്തിന് തൊട്ടു മുമ്പ് ഞാൻ കുട്ടികളുടെ കൂടെ ക്ഷേത്രത്തിലെത്തിക്കോളാം. ആ അത് മതി. അതാ നല്ലത്. ജ്യോതി, നമുക്കിറങ്ങാം. എന്നാ ഇറങ്ങട്ടെ അമ്മേ. കല്യാണത്തിന്റെ മുഹൂർത്തത്തിന് ഞാൻ അവിടെ എത്തിയിരിക്കും. DK, വെൽക്കം വെൽക്കം മൈ ഡിയർ. നാളെ നീ വരുമെങ്കിൽ നമുക്കൊരു കലാശക്കളി കളിച്ചു നോക്കാം. ഒന്ന് ഞാൻ പറയാം അവിനാഷ്, പ്രിയയുടെ കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് നീ വന്നാൽ ജീവനോടെ നീ തിരിച്ചു പോവില്ല. എന്നെ കൊന്നുകളയുമെന്ന്. എങ്കി നിന്റെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങാൻ ഞാൻ വരുവടാ DK. ദാനം കിട്ടിയ ആയുസിന്റെ ബാക്കിയുമായി നാളെ നീ ആ കല്യാണം നടക്കുന്നതിന്റെ 7 അയലത്ത് വന്നാൽ പിന്നെ കളി വേറെ അവിനാശേ. ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ നിഴല് പോലും നിന്നെ ചതിക്കും. നാളെ നീ ഇവിടെ വന്നാൽ പ്രിയയുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചാൽ പിന്നെ നീ ഇല്ല അവിനാശേ. നിനക്ക് സ്വച്ഛന്ത മൃത്യു. ഇത് പറയുന്നത് DK യാടാ. അവനെ അങ്ങനെ എഴുതി തള്ളണ്ട ഏട്ടാ. അവനെന്തെങ്കിലും അതിബുദ്ധി കാണിച്ചാലോ? അവൻ ഒരു അതിബുദ്ധിയും കാണിക്കാൻ പോകുന്നില്ല. മാനസികമായി എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാനുള്ള അവന്റെ വേലകൾ ഇതൊക്കെ. മോള് പറഞ്ഞ ശരിയാ. അവനിനി എന്തായാലും ഉടനെ ഒന്നും 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇത് നീ ഉണ്ടാക്കിയ ചായയാണോ? അതെ ഏട്ടാ. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, എന്റെ ഭാര്യ പൂർവാധിക ശക്തിയോടെ ആരോഗ്യം വീണ്ടെടുത്തു എന്നുള്ളത് നല്ല കാര്യമല്ലേ? എന്നെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാ ഇവള് ചായ ഇടാൻ കയറിയത്. അതിപ്പോ ഏട്ടന്റെ ചായയുടെ മധുരവും കടുപ്പൊക്കെ എനിക്കെല്ലാം അറിയൂ. അത് മമ്മി ഇട്ടാ ശരിയാവില്ല. അത് കൊള്ളാം. ഹേയ്, ഇതൊക്കെ ഇവള് ചുമ്മാ പറയുന്ന. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർബന്ധവുമില്ല. എന്തായാലും അത് നന്നായി മോളെ. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പരസ്പരമുള്ള ഈ മനസ്സിലാക്കലാണ്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ ഭാര്യയും ഭാര്യയുടെ താല്പര്യങ്ങൾ ഭർത്താവും മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമാകുന്നത്. പ്രിയമോളെ, ഇത് നിനക്കൂടെ ഉള്ളൊരു പാഠമാണ്. ഓ, ഞാൻ പഠിച്ചോളാവേ. നാളെ മുതല് നിനക്കൊരു പുതിയ ജീവിതം കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒരിക്കൽ പോലും ഒന്നും ഓർക്കാൻ ശ്രമിക്കരുത്. ഭർത്താവിന്റെ സ്നേഹം കിട്ടാനും കുടുംബത്തിലെ സമാധാനം ഉണ്ടാവാനും മാത്രമേ നീ ഓരോ നിമിഷവും ശ്രമിക്കാവൂ. ഇത്രയൊക്കെ ഉപദേശിക്കണോ? അതൊക്കെ പ്രിയക്ക് അറിയില്ലേ?
അഭിലാഷ് വന്നോ? എന്നിട്ട് എവിടെ? അപ്പുറത്തെങ്ങാണ്ട് കാറിലിരിപ്പുണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോ രണ്ടിനെയും കുത്തിമലർത്താനാണ് പരിപാടി എന്ന് ആർക്കറിയാം? താരേ, നിന്റെ കരുനാക്കെടുത്തൊന്നും വളയ്ക്കല്ലേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇവിടേക്ക് ആരും വരില്ല. കമ്മീഷണർ അയച്ച ഷാഡോ പോലീസ് ഉണ്ട് ഇവിടെ. തന്നെയുമല്ല, അങ്ങനെ ഒറ്റയടിക്കൊന്നും ചാടി ഇറങ്ങി വരാനുള്ള അവസ്ഥയിലല്ല അവിനാഷ്. പരസഹായം ഇല്ലാതെ അവൻ ഇവിടേക്ക് നടന്നു വരാൻ പറ്റില്ല. അവൻ വരില്ലമ്മേ. ആരും പേടിക്കൊന്നും വേണ്ട. അവൻ വല്ല ബോംബും വെക്കാൻ കൊട്ടേഷൻ കൊടുത്താലും മതിയല്ലോ. ഓക്കെ, ഞാൻ വിളിക്കാം. അച്ഛനെവിടെ? എന്ത് പറ്റി? അത് ജ്യോതി, നമുക്ക് പോവാം. നീ പെട്ടെന്ന് വാ. എന്താ ഒരു വെപ്രാളം പോലെ? അതൊക്കെ ഉണ്ട്, പറയാം. അവരോട് പറഞ്ഞിട്ട് താൻ വേഗം വാ. ആരാ ബോഡി ആദ്യം കണ്ടത്? ഈ കുട്ടമ്പിള്ളയാണ് സാർ. താനാണോ കുട്ടമ്പിള്ള? അതെ സർ. താൻ എന്താ കണ്ടത്? എന്താ പ്രകാശേട്ടാ, എന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. സംഗതി അല്പം സീരിയസാ. എന്താ പ്രശ്നം? കാര്യം നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത തന്നെ. പക്ഷേ സംഭവിച്ചപ്പോ നമ്മളെല്ലാം ആ കുരുക്കിനകത്തായിപ്പോയി. പ്രകാശേട്ട എന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ അവിനാശ് മരിച്ചു. പക്ഷേ അത് വെറൊരു മരണമല്ല, കൊലപാതകമാണെന്നാ പറയുന്നേ. അതിന് നമുക്കെന്താ? അവൻ ചത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ചേച്ചി. എന്ത് പ്രശ്നം? എന്താണ് പ്രശ്നമെന്ന്? നമ്മുടെ കല്യാണം നടന്ന ക്ഷേത്രത്തിൽ വെച്ച അയാൾ കൊല്ലപ്പെട്ടത്.
പ്രിയേ, താനെത്തൊന്നും മിണ്ടാത്തെ? അയാളെ കൊല്ലണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രകാശേട്ടാ, ആരാ അയാളെ കൊന്നേന്ന് എന്തെങ്കിലും അറിഞ്ഞോ? അതറിയില്ല. പക്ഷേ നമ്മളെല്ലാം സംശയത്തിന്റെ നിഴലിലാണെന്നാ പോലീസ് പറയുന്നത്. നമ്മളോ? പ്രകാശേട്ട എന്തായി പറയുന്നേ? നമ്മൾ അയാളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ? അതോ മറ്റെന്തെങ്കിലും ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ? ടെൻഷൻ അടുപ്പിക്കാതെ പറ പ്രകാശേട്ടാ, എന്താ സംഭവിച്ചത്? ഏട്ടാ, ഇനിയും ഏട്ടൻ എന്തെങ്കിലും അബദ്ധം? എന്താ ഏട്ടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിനാശ് ഇങ്ങനെ മരിച്ചേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കൊല്ലാൻ പലതവണ അവസരം കിട്ടിയിട്ടും ഞാൻ അവനെ കൊന്നില്ല. പക്ഷെ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ രണ്ടുപേരും കൂടെ? ചിത്രയും, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അയാള് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കല്യാണ സ്ഥലത്ത് വന്നിട്ട് അയാൾ ഒന്നും ചെയ്തില്ലല്ലോ. ഇന്ന് കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ള പേടി കാണും. പിന്നെ വാശി കാണിക്കാൻ അവിടം വരെ വന്നേ ഉള്ളൂ. ഏതായാലും കുഴപ്പമൊന്നും കൂടാതെ കല്യാണം നടന്നല്ലോ. അതിന് ദൈവത്തിനോട് നന്ദി പറയണം. കുഴപ്പമുണ്ട് ചിത്ര. എന്ത് കുഴപ്പം ജ്യോതി? ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേൾക്കണം. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. അയാള് പിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, അതൊന്നുമല്ല. കഷ്ടം. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് പറ. ചിത്ര, അവിനാശ് മരിച്ചു. എന്താ സംഭവിച്ചെന്നറിയില്ല. പക്ഷെ മരിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. അപ്പൊ അത് തീർന്നു അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എടാ, നീ ചിത്ര അടുത്തേക്ക് ചെല്ല്. നീ അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. എനിക്കൊന്നിനും പറ്റുന്നില്ല ശ്രീയേട്ടാ. ഞാൻ അവളോട് എന്ത് ആശ്വാസവാക്ക് പറയാനാ? അവളും അവിനാശും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ. അവളും ഇപ്പോ അവിനാശിന്റെ ശത്രുപക്ഷത്തായിരുന്നല്ലോ. എടാ, എന്തൊക്കെ പറഞ്ഞാലും ചിത്രയുടെ സഹോദരൻ അവിനാശ്. അവക്ക് സങ്കടമില്ലാതിരിക്കോ?
എന്നാലും ഇതാരായിരിക്കും ചെയ്തത്? അതറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അയാളുടെ സഹായി ആ ജാവേദിനെ പൊക്കണം. അവനെ കണ്ടെത്തിയാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അതിന് അവൻ എവിടെ പോയി തപ്പം നമ്മള്? അതൊക്കെ പോലീസ് ചെയ്തോളും. എന്തായാലും ഇതൊരു കുരുക്ക. അവിനാഷ് കല്യാണ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞ അതിന് നമ്മളെ എല്ലാവരെയും പോലീസിന് സംശയിക്കാം. കാരണം അവിനാഷിനോട് ശത്രുത ഉള്ളവരാ നമ്മളെല്ലാവരും. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതിന് അവിനാഷിനെ ആരെങ്കിലും കൊന്നതാണോ മറ്റെന്തെങ്കിലും പറ്റിയതാണോ എന്നൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അതറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ബാലു പറഞ്ഞതുപോലെ ഇതൊരു കുരുക്കാവാനും സാധ്യതയുണ്ട്. നമ്മളെ കുരുക്കാൻ ഇനി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തായിരിക്കോ? അതും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും ആദ്യം പോലീസ് സംശയിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെറുതെ അങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അവര് കാര്യമായിട്ട് തന്നെ അന്വേഷിക്കും. ചിലപ്പോ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനും സാധ്യതയുണ്ട്. ക്രൈംബ്രാഞ്ചോ ലോക്കൽ പോലീസോ ആരെങ്കിലും അന്വേഷിക്കട്ടെ. നമ്മൾ ആരും അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? അത് നമുക്കല്ലേ അറിയൂ. എന്തായാലും നമ്മളെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തായി തീരുമാനം? ബോഡി ഏറ്റുവാങ്ങി അടക്കാൻ തന്നെയാ തീരുമാനം. കർമ്മങ്ങളൊക്കെ ബാലു ചെയ്യും. മരണത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അവിനാഷിന്റെ ഉള്ളിൽ മദ്യത്തിൽ കലർന്ന് എന്തോ മാരകമായ വിഷം ചെന്നിട്ടുണ്ട്. അതാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ഡീറ്റെയിൽ ആയി പറയാനാവൂ. ആരാണ് ചെയ്തതെന്ന് എന്തെങ്കിലും സൂചന? DK, സംഗതി സീരിയസാ. ACP അന്നാമേരി ജോണിനാണ് അന്വേഷണ ചുമതല. അവരെക്കുറിച്ച് അറിയാലോ. എള്ളിട കയറി പരിശോധിക്കും. ആരോടും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആളാ അവർ. കേസിൽ അവരാരെയൊക്കെ സംശയിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ താനുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ടാവും. ഏത് നിമിഷവും ചോദ്യം ചെയ്യാൻ അവർ ഇവിടെ കയറി വരും. അതൊന്നും എനിക്ക് തടയാൻ പറ്റില്ല. തടയണമെന്ന് ആര് പറഞ്ഞു? അവര് വരട്ടെ, ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ. പക്ഷേ സത്യത്തെ വളച്ചൊടിക്കാനൊന്നും പറ്റില്ലല്ലോ. വളച്ചൊടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ തന്നെ തെളിവുകളെല്ലാം തനിക്കും തന്റെ വീട്ടുകാർക്കും എതിരാ.
പ്രിയ, ഇനി നിനക്ക് സമാധാനായിട്ട് ജീവിക്കാം. കത്തിയാൻ പറ്റുന്നത് നിന്റെ ദുർവിധിയ. സന്തോഷായിട്ട് നിനക്കിനി ഒരു കുടുംബജീവിതം നയിക്കാം. ഇനി നീ ആരെയും പേടിക്കണ്ട. മാഡം, അവിനാശിനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പരിസരം നിരീക്ഷിക്കാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കാം. എന്നിട്ട് അയാൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല? തിരിച്ചു വന്നു കാണും മാഡം. ആ സമയത്ത് ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ട് ഭയന്ന് പോയ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയതാകാം. ഇനി ഇവിടെ നിന്നാൽ താൻ കേസിൽ പ്രതിയാകുമെന്ന് അയാൾക്കറിയാം. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് CI അവിനാശിനെ കൊന്നിട്ട് എന്താ കാര്യം? സ്റ്റേഷനിൽ കയറി DKയും അനന്തരവന്മാരും കൂടി CI അവിനാശിനെ കൊല്ലാൻ ശ്രമിച്ചത് മുതൽ ആദ്യ ഹോസ്പിറ്റലിലും പിന്നെ വൈദ്യനെ കൊണ്ടുവന്ന അവിനാശിനെ പഴയ നിലയിലാക്കാൻ മുൻകൈയെടുത്തതുമെല്ലാം ഈ ജാവേദ് ഷാജിയായിരുന്നു. ആ നിലയ്ക്ക് അയാളെ സംശയിക്കണം മാഡം. ആ DK തന്നെ ആയിരിക്കും മാഡം ഇതിന് പിന്നിൽ. ഇറ്റ്സ് ചാൻസ് ആവാം. DKക്ക് CI അവിനാശിനോട് ശത്രുതയുണ്ടായിരുന്നു. പക്ഷേ അവിനാശിനെ കൊല്ലാൻ തക്ക എല്ലാ കാരണവും ഉണ്ടായിരുന്നിട്ടും ഓരോ തവണയും DK അയാളുടെ ജീവൻ ബാക്കി വെച്ചിരുന്നു. എന്തുകൊണ്ട്? 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, എത്ര കുറ്റവാളിയാണെങ്കിലും അവിനാശ് തന്റെ മരുമകളുടെ സഹോദരനാണെന്നുള്ള പരിഗണന. 2, അവിനാശിനെ കൊന്നാൽ താൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് DKക്ക് നല്ലപോലെ അറിയാം. പിന്നെയുള്ളത് അയാളുടെ ഭാര്യ അടക്കമുള്ള സ്ത്രീകളാണ്. ജ്യോതി, സൂര്യ, പ്രിയ, ആശ. പക്ഷേ ഇവർക്കൊന്നും ഒരു മർഡർ പ്ലാൻ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് സുധാകരൻ നായരാണ്. ഇയാൾക്ക് എന്തായിരുന്നു ജോലി? ഇയാളൊരു പത്രത്തിന്റെ പ്രൂഫ് റീഡർ ആയിരുന്നു മാഡം. പ്രൂഫ് റീഡർ. ഏതു വാർത്തയും ആദ്യം വായിക്കുന്ന ആൾ. സംശയിക്കാം, ഉറപ്പായും സംശയിക്കാം. പക്ഷേ അതിനു മുമ്പ് ആദ്യം നമുക്ക് കിട്ടേണ്ടത് അവനെയാണ്. അവിനാശിനെ സഹായിച്ച ആ വ്യക്തി, ആ മരണത്തിന് തൊട്ടു മുൻപ് വരെ കൂടെ ഉണ്ടായിരുന്നയാൾ. അവൻ എവിടെ പോയി? ആരാണ് അവനെ പർച്ചേസ് ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ പിന്നെ നമുക്ക് DKയിലേക്കും ജ്യോതിയിലേക്കും നടന്നു കയറാം. DKയും ജ്യോതിയും എല്ലാത്തിന്റെ സംരക്ഷകരവരാ. ജാവേദിനെ പർച്ചേസ് ചെയ്തത് അവരായിരിക്കും. മാഡം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് CI അവിനാശ് കഴിച്ച മദ്യത്തിലാണ് വിഷം കലർന്നിരിക്കുന്നത്. മദ്യക്കുപ്പിയും ബിവറേജിന്റെ ബില്ലും നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാഡം. Then who? ആരാണ് മദ്യത്തിൽ വിഷം കലർത്തിയത്? ആ CCTV ഫുട്ടേജ് കിട്ടിയോ? ഇല്ല മാഡം. വൈ? അവിടുത്തെ CCTV കേടായിട്ട് കുറച്ച് നാളായി മാഡം. തൊട്ടടുത്തൊന്നും വേറെ CCTV ഇല്ലേ? ഇല്ല മാഡം. ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കടോ. ആരുടെങ്കിലും വീട്ടിലോ വല്ല കടയിലോ എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ നോക്കാം. നോക്കാം മാഡം. ആരാ ഈ ഹരികുമാര മേനോൻ? എന്തേ അയാളുടെ പേര് ഇതിലില്ലാതെ പോയത്? ഒരു വലിയ ലിങ്കാണ് നിങ്ങൾ മിസ് ചെയ്തത്. സ്വന്തം മകൻ കൊല്ലപ്പെട്ടതിന്റെ വൈരാഗ്യം അവിനാശിനോട് അയാൾക്കുണ്ടാവില്ലേ? വിളിപ്പിക്കണം. അയാളെ മാത്രമല്ല, ആ സുധാകരൻ നായരെയും. സ്വന്തം മകൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഏതൊരച്ഛനും വേണമെങ്കിൽ മകളുടെ പൂർവ്വകാമുകനെ ഒഴിവാക്കാൻ ഇതുപോലൊരു പദ്ധതി ആസൂത്രണം ചെയ്യാം. കറക്റ്റ് അല്ലേ? അതെ മാഡം. Then cook. നമുക്കാദ്യം അവരിൽ നിന്ന് തുടങ്ങാം.
കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകുന്ന കാര്യം ജ്യോതിയോട് പറഞ്ഞാ അപ്പൊ എന്തിനാണെന്ന് ചോദിക്കും. ECG വേരിയേഷൻ ഉണ്ടെന്ന കാര്യം ജ്യോതിയോട് എങ്ങനെ പറയും? ഇതെന്തു പറ്റി? ആ ഡോക്ടർ വിളിച്ച മാറ്റി നിർത്തി സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ ഗൗരവം. അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നം? കാർഡിയോളജിസ്റ്റിനെ കാണാനാണെന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. മറ്റെന്തെങ്കിലും പറഞ്ഞാലോ? ഇരിക്കിരിക്കെ. പത്രത്തിലായിരുന്നു അല്ലേ ജോലി? അതെ. നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലേ? അതെ. അപ്പോ ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടാവും. പട്ടാളക്കാരൻ കൊല്ലുന്നത് രാജ്യത്തിന് വേണ്ടിയാ സാറേ. അവിനാശിനെ കൊന്നതും രാജ്യത്തിന് വേണ്ടിയാണോ? മകനെ കൊന്നതിനുള്ള പ്രതികാരമല്ലേ? ഞാൻ കൊന്നിട്ടില്ല. കൊന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നവനാ. അവിനാശിനെ കൊല്ലാൻ പോയിട്ട് കിട്ടിയത് ഷാജിയെ. അവനിട്ട് ശരിക്കും കൊടുത്തു അല്ലേ? കൊടുത്തു സാറേ. അന്ന് ആ അവിനാശിനെ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ. എന്റെ മകളെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ടവൻ. അപ്പൊ അവിനാശിനെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിച്ചു? വളരെ ബുദ്ധിപരമായിട്ടാണ് നടപ്പിലാക്കിയതല്ലേ? ഇനി അത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി അവസാനിപ്പിക്കാം. മാഡം വന്നു കഴിഞ്ഞാൽ സംഗതി സീരിയസ് ആവും. അതിനു മുമ്പ് ഉള്ള സത്യം ഞങ്ങളോടങ്ങ് പറഞ്ഞേക്ക്. അതാ നല്ലത്. DK ദേവകൃഷ്ണ തകർന്ന് തരിപ്പണമായി പോയ അമരാവതി വീടിനെ ചങ്കൂറ്റം കൊണ്ട് ആകാശത്തോളം വളർത്തിയ ഒറ്റയാൻ. മക്കൾക്കും മരുമക്കൾക്കും താങ്ങും തണലുമായ അമ്മായച്ചൻ. അമരാവതിയുടെ നെടുന്തൂൺ. ജ്യോതി DKയുടെ ഭാര്യ. നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് CI അവിനാശിനെ DK സ്റ്റേഷനിൽ കയറി കൈയും കാലും തല്ലി ഒടിച്ചത്. പിന്നെ ഇപ്പൊ കൊന്നുകളഞ്ഞതും. എന്റെ ഏട്ടൻ ആരെയും കൊന്നിട്ടില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നത്? ഇയാളല്ലെങ്കിൽ പിന്നെ നീയാണോ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓഹോ, ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും കൊന്നതാവാം. അതുമല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചതുമാവാം. അപ്പോ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാണ്.